എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഞാൻ ഷറഫുദ്ദീൻ, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ OFTയുടെ അധ്യാപകനാണ്. ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കുട്ടികളെ, യൂണിറ്റ് 1 ബേസിക്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, ട്രാൻസ്മിഷൻ മീഡിയ, അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, ആപ്ലിക്കേഷൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ബ്രോഡ്ബാൻഡ് ഇൻഡസ്ട്രി, റോൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ ഇൻ ടെലികോം ഇൻഡസ്ട്രി, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ തുടങ്ങിയ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ, അല്ലെങ്കിൽ എന്തിനാണ് ഒപ്റ്റിക്കൽ ഫൈബർ, അതുമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും പരിശ്രമിക്കുന്നത്. വാട്ട് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ? An optical fiber is a thin, flexible, transparent fiber that acts as a waveguide or a light pipe to transmit light between the two ends of the fiber. അതായത് ഒരു ഫൈബറിൻ്റെ ഒരെൻഡിൽ നിന്നും അടുത്ത എൻഡിലേക്ക് ലൈറ്റ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ നേർത്ത ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലൈറ്റ് പൈപ്പിനെ അല്ലെങ്കിൽ ആ ചാനലിനെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്ക ഗ്ലാസ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ആണ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഫൈബറിൻ്റെ ഇന്നർ മോസ്റ്റ് ലെയറാണ് കോർ. സിംഗിൾ മോഡ് ഫൈബർ ആണെങ്കിൽ കോർ ഡയമീറ്റർ 9 മൈക്രോമീറ്റർ ആയിരിക്കും. മൾട്ടി മോഡ് ഫൈബറിൻ്റെ കോർ ഡയമീറ്റർ 50 മൈക്രോമീറ്ററോ അല്ലെങ്കിൽ 62.5 മൈക്രോമീറ്ററോ ആയിരിക്കും. കോറിനെ ആവരണം ചെയ്തു കാണുന്നതാണ് ക്ലാഡിംഗ്. ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ 125 മൈക്രോമീറ്റർ ആണ്. കോറും ക്ലാഡിങ്ങും ഗ്ലാസ് നിർമ്മിതമാണെങ്കിലും അവയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നേരിയ വ്യത്യാസമുണ്ട്. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ അല്പം കൂടുതലായിരിക്കും. ക്ലാഡിങ്ങിനെ ആവരണം ചെയ്തു കാണുന്നതാണ് പ്രൈമറി കോട്ടിംഗ്. ഇതിൻ്റെ ഡയമീറ്റർ 250 മൈക്രോമീറ്റർ ആണ്. പ്രൈമറി കോട്ടിങ്ങിന് തൊട്ട് മുകൾ ഭാഗത്ത് കാണുന്നതാണ് ബഫർ ട്യൂബ്. ഇതിൻ്റെ ഡയമീറ്റർ 900 മൈക്രോമീറ്റർ ആയിരിക്കും. ഇൻഡോർ കേബിൾ ആണെങ്കിൽ ഇത് ടൈറ്റ് ബഫർ ട്യൂബ് ആയിരിക്കും. ഔട്ട്ഡോർ കേബിൾ ആണെങ്കിൽ ലൂസ് ബഫർ ട്യൂബും ആയിരിക്കും. ബഫർ ട്യൂബിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്നതാണ് അറമഡിയാൻ അല്ലെങ്കിൽ കെവലാർ. ഗ്ലാസ് നിർമ്മിതമായ ഫൈബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം. എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി ഏറ്റവും പുറംഭാഗത്ത് കേബിൾ ജാക്കറ്റും ഉണ്ട്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസമാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രവർത്തന തത്വം. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അടിസ്ഥാനത്തിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം കോർ ടു ക്ലാഡിംഗ് and incidence angle is greater than the critical angle, then the incident light will totally reflect back to the core. അതായത് കോറിൽ നിന്നും ക്ലാഡിങ്ങിലേക്ക് വന്നു പതിക്കുന്ന ലൈറ്റിൻ്റെ ഇൻസിഡൻസ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ മുഴുവൻ ലൈറ്റും കോറിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഡെൻസർ മീഡിയമായ കോറിൽ നിന്നും റെയറർ മീഡിയമായ ക്ലാഡിങ്ങിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന ഈ പ്രതിഭാസത്തെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണുന്ന 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുകയുള്ളൂ. ഒന്ന്, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കൂടുതലായിരിക്കണം. 2, ഇൻസിഡൻസ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലുമായിരിക്കണം. സ്ക്രീനിൽ തെളിഞ്ഞ ചാർട്ടിൽ നിന്നും വ്യത്യസ്ത തരം ഒപ്റ്റിക്കൽ ഫൈബറുകളെക്കുറിച്ച് ചെറിയൊരു ധാരണ നമുക്കുണ്ടാക്കാവുന്നതാണ്. 1.
ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്ലാസ് ഫൈബറും പ്ലാസ്റ്റിക് ഫൈബറും ഉണ്ട്. ഗ്ലാസ് ഫൈബർ നിർമ്മിച്ചിരിക്കുന്നത് സിലിക്ക കൊണ്ടും പ്ലാസ്റ്റിക് ഫൈബർ നിർമ്മിച്ചിരിക്കുന്നത് പോളിമർ കൊണ്ടുമാണ്. 2. മോഡ് പ്രൊപ്പഗേഷൻ്റെ അടിസ്ഥാനത്തിൽ സിംഗിൾ മോഡും മൾട്ടി മോഡും ഉണ്ട്. ഒരു ലൈറ്റ് വേവ് മാത്രമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സിംഗിൾ മോഡും ഒന്നിൽ കൂടുതൽ ലൈറ്റ് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൾട്ടി മോഡുമായിരിക്കും. 3. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സും ഉണ്ട്. സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് യൂണിഫോമും ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോൺ യൂണിഫോമുമായിരിക്കും. 4. ബഫർ ട്യൂബിൻ്റെ അടിസ്ഥാനത്തിൽ ടൈറ്റ് ബഫർ ട്യൂബ് കേബിളും ലൂസ് ബഫർ ട്യൂബ് കേബിളുമായി തരംതിരിക്കാം. എല്ലാ ഇൻഡോർ കേബിളുകൾക്കും ടൈറ്റ് ബഫർ ട്യൂബായിരിക്കും, എന്നാൽ എല്ലാ ഔട്ട്ഡോർ കേബിളുകൾക്കും ലൂസ് ബഫർ ട്യൂബുമായിരിക്കും. 5. ഉപയോഗിക്കുന്ന ലൊക്കാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇൻഡോർ കേബിളും ഔട്ട്ഡോർ കേബിളും ലഭ്യമാണ്. ബിൽഡിങ്ങിന് ഉൾഭാഗത്താണ് ഇൻഡോർ കേബിൾ ഉപയോഗിക്കുന്നത്, എന്നാൽ ബിൽഡിങ്ങിന് പുറംഭാഗത്ത് ഉപയോഗിക്കുന്നതാണ് ഔട്ട്ഡോർ കേബിൾ. ഒരു ട്രാൻസ്മിഷൻ മീഡിയ ആയിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഡാറ്റ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാനലാണ് ട്രാൻസ്മിഷൻ മീഡിയ. പലതരത്തിലുള്ള ട്രാൻസ്മിഷൻ മീഡിയകൾ ഇന്ന് ഉപയോഗിച്ചു പോരുന്നുണ്ട്. ഇവ ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ട്രാൻസ്മിഷൻ മീഡിയ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഗൈഡഡ് മീഡിയ ആൻഡ് അൺഗൈഡഡ് മീഡിയ. വയർഡ് കണക്ഷൻസ് ഉണ്ടെങ്കിൽ അതാണ് ഗൈഡഡ് മീഡിയ. വയർഡ് കണക്ഷൻസ് ഇല്ലെങ്കിൽ അത് അൺഗൈഡഡ് മീഡിയ അല്ലെങ്കിൽ വയർലെസ്. ഇവിടെ എയർ ആണ് ട്രാൻസ്മിഷൻ മീഡിയ. ഗൈഡഡ് മീഡിയക്ക് ഉദാഹരണമാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോആക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ തുടങ്ങിയവ. ട്വിസ്റ്റഡ് പെയർ കേബിൾ വീണ്ടും 2 ആയി തരംതിരിക്കാവുന്നതാണ്: UTP ആൻഡ് STP. UTP അല്ലെങ്കിൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിന് ഷീൽഡിംഗ് കാണുന്നില്ല. ഇത് എക്സ്പെൻസ് വളരെ കുറഞ്ഞതും ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമുള്ളതുമായ ഒരു ട്രാൻസ്മിഷൻ മീഡിയയാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിങ്ങിനും ഓർഡിനറി ടെലിഫോൺ വയറിങ്ങിനും 100 മീറ്റർ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. എന്നാൽ STP അല്ലെങ്കിൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിന് UTPയുടെ എല്ലാ ഗുണങ്ങളുമുണ്ട്. മാത്രവുമല്ല, പ്രത്യേക ഷീൽഡിംഗ് ഉള്ളതിനാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കുറയുകയും ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഗൈഡഡ് മീഡിയക്ക് മറ്റൊരുദാഹരണമാണ് കോആക്സിയൽ കേബിൾ. ഇതിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറായ കോപ്പർ കണ്ടക്ടറിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മെറ്റാലിക് ഷീൽഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കുറയ്ക്കുന്നതിനാൽ ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ടെലിവിഷൻ ഡിസ്ട്രിബ്യൂഷൻ, ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ ട്രാൻസ്മിഷൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് തുടങ്ങിയവയ്ക്ക് കോആക്സിയൽ കേബിൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഗൈഡഡ് മീഡിയക്ക് മറ്റൊരുദാഹരണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ലാർജ് ബാൻഡ് വിഡ്ത്തും വെരി ഹൈ ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡുമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് തീരെ ഇല്ലതാനും. അൺഗൈഡഡ് മീഡിയക്ക് ഉദാഹരണങ്ങളാണ് റേഡിയോ വേവ് ലിങ്ക്, മൈക്രോവേവ് ലിങ്ക്, ഇൻഫ്രാറെഡ് ലിങ്ക്, ബ്ലൂടൂത്ത്, വൈഫൈ. ഇവയെല്ലാം തന്നെ സ്പേസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ഉൾപ്പെട്ടതായതിനാൽ അതിൻ്റേതായ പരിമിതികൾ നിലനിൽക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന ചാർട്ടിൽ നോക്കി ബെസ്റ്റ് ട്രാൻസ്മിഷൻ മീഡിയ ഏതാണെന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ്. 1. ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഫൈബറിനാണെന്ന് കാണാവുന്നതാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 100 Gbps/s. 2. റേഞ്ച് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഫൈബറിനാണ്.
അതായത് ആംപ്ലിഫയറിൻ്റെ സഹായമില്ലാതെ 80 കിലോമീറ്ററിൽ കൂടുതൽ ലൈറ്റ് സിഗ്നൽസിന് സഞ്ചരിക്കാൻ കഴിയുന്നു. 3. ഒപ്റ്റിക്കൽ ഫൈബറിന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഒട്ടും ഇല്ല എന്നും കാണാവുന്നതാണ്. 4. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഒപ്റ്റിക്കൽ ഫൈബറിന് അല്പം കൂടുതലാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനാവശ്യമായ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മേന്മകളും എന്തുകൊണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഈ ചാർട്ടിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. അടുത്തതായി ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ആംപ്ലിഫയറിൻ്റെ സഹായമില്ലാതെ കൂടുതൽ ദൂരം ലൈറ്റ് സിഗ്നൽസിന് സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതും ലോസ് വളരെ കുറവാണെന്നുള്ളതും ഒപ്റ്റിക്കൽ ഫൈബറിനെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് കൂടുതൽ അനുയോജ്യമാക്കുന്നു. 2. ലാർജ് ഇൻഫർമേഷൻ കപ്പാസിറ്റി. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ബാൻഡ് വിഡ്ത്ത് വെരി ഹൈ ആയതിനാൽ ഒരേ സമയത്ത് തന്നെ കൂടുതൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്നു. 3. സ്മാൾ സൈസ് ആൻഡ് ലോ വെയ്റ്റ്. ഫൈബറിൻ്റെ സൈസും വെയ്റ്റും വളരെ കുറവാണ്. സിംഗിൾ മോഡായാലും മൾട്ടി മോഡായാലും ക്ലാഡിംഗ് ഡയമീറ്റർ 125 മൈക്രോമീറ്റർ തന്നെയാണ്. 4. ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാവുന്നില്ല. 5. ഇൻക്രീസ്ഡ് സിഗ്നൽ സെക്യൂരിറ്റി. ഒപ്റ്റിക്കൽ ഫൈബറിൽ നിന്നും ഡാറ്റാസ് ടാപ്പ് ചെയ്തെടുക്കാൻ സാധാരണഗതിയിൽ സാധ്യമല്ല. അതുകൊണ്ട് ബാങ്ക്, മിലിറ്ററി തുടങ്ങിയ സിസ്റ്റങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. 6. എൻഹാൻസ്ഡ് സേഫ്റ്റി. ഷോർട്ട് സർക്യൂട്ട് ഇഷ്യൂസ്, ഷോക്ക് ഹസാർഡ്സ് തുടങ്ങിയവയില്ല. കൂടുതൽ കവചങ്ങളുള്ളതിനാൽ സേഫ്റ്റി കൂടുതലുമാണ്. 7. ലെസ് നോയ്സ്. ട്രാൻസ്മിഷൻ ഡിജിറ്റൽ ഫോർമാറ്റിലായതിനാൽ നോയ്സ് വളരെ കുറവാണ്. 8. ഹൈ ട്രാൻസ്മിഷൻ സ്പീഡ്. ലൈറ്റിൻ്റെ സ്പീഡ് വളരെ കൂടുതലായതിനാൽ ട്രാൻസ്മിഷൻ സ്പീഡും വെരി ഹൈ തന്നെയായിരിക്കും. 9. ലോ ലോസ്. ഒപ്റ്റിക്കൽ ഫൈബർ ലോസ് ലെസ് ദാൻ 0.2 dB/km ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം ലോസ് വളരെ കുറവായിരിക്കും. 10. ലോ പവർ കൺസംഷൻ. വളരെ കുറഞ്ഞ പവർ ഉപയോഗിച്ച് ഫൈബർ സിസ്റ്റം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. 11. നോ ഷോർട്ട് സർക്യൂട്ട്. ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ഇഷ്യൂസും ഇല്ല. 12. നോ ക്രോസ് ടോക്ക്. ചാനലുകൾ തമ്മിൽ മാറുന്ന ക്രോസ് ടോക്ക് ഫൈബർ സിസ്റ്റത്തിൽ കാണുന്നില്ല. 13. ഹൈ ബാൻഡ് വിഡ്ത്ത്. വെരി ഹൈ ബാൻഡ് വിഡ്ത്താണ് ഒപ്റ്റിക്കൽ ഫൈബർ ഓഫർ ചെയ്യുന്നത്. തിയറിറ്റിക്കലി ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. 14. നോ ഷോക്ക് ഹസാർഡ്സ്. ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യമില്ലാത്തതിനാൽ ഷോക്ക് ഇഷ്യൂസും ഇല്ല. ഏതാനും ചില ഡിസഡ്വാൻറ്റേജുകളും ഒപ്റ്റിക്കൽ ഫൈബറിന് കാണുന്നുണ്ട്. 1. കനോട്ട് ബി കർവ്ഡ്. മാനദണ്ഡങ്ങൾക്കനുസൃതമായ ഒപ്റ്റിക്കൽ ഫൈബർ ബെൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഡാറ്റ ലോസ് സംഭവിക്കും. 2. ഡിഫിക്കൽട്ട് ടു സ്പ്ലൈസ്. 2 ഫൈബറുകൾ ജോയിൻ ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. 3. കണക്ടർ പ്രോബ്ലംസ്. ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റത്തിൽ കണക്ടർ ഡാമേജ് താരതമ്യേന കൂടുതലാണ്. 4. എക്സ്പെൻസീവ് ടു ഇൻസ്റ്റാൾ. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് പൊതുവെ കൂടുതലാണ്. 5. എൻവയോൺമെൻ്റൽ പ്രോബ്ലംസ്.
കാലാവസ്ഥാ വ്യതിയാനം ഫൈബറിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അടുത്തതായി എന്തിനാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് നോക്കാം. 1. ടെലികമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസ്. ഫൈബർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആശയവിനിമയത്തിനു തന്നെയാണ്. 2. ബ്രോഡ്ബാൻഡ് ആപ്ലിക്കേഷൻസ്. ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ഇന്ന് എന്തിനും ഏതിനും അനിവാര്യമാണ്. 3. സെൻസർ ആപ്ലിക്കേഷൻസ്. ഫിസിക്കൽ ഡാറ്റാസ് ഡിറ്റക്ട് ചെയ്യുന്നതിന് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസറായി ഉപയോഗിക്കുന്നുണ്ട്. 4. ലൈറ്റിംഗ് ആൻഡ് ഡെക്കറേഷൻസ്. പ്രധാന ആർട്ടുകൾക്ക് ലൈറ്റിംഗ് നൽകുന്നതിനും ഡെക്കറേറ്റ് ചെയ്യുന്നതിനും ഫൈബർ ഉപയോഗിക്കുന്നു. 5. മെഡിക്കൽ ആൻഡ് റിസർച്ച് ഫീൽഡ്. എൻഡോസ്കോപ്പി, ലാപ്രോസ്കോപ്പി തുടങ്ങിയവയ്ക്ക് വേണ്ടി മെഡിക്കൽ ഫീൽഡിൽ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നു. 6. നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻസ്. ലാൻ പോലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻസ്റ്റലേഷനുകൾക്ക് വേണ്ടി ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നു. 7. മിലിറ്ററി ആപ്ലിക്കേഷൻസ്. കൂടുതൽ സേഫ് ആൻഡ് സെക്യൂർ ആയതിനാൽ ഒപ്റ്റിക്കൽ ഫൈബർ മിലിറ്ററി സിസ്റ്റത്തിന് കൂടുതൽ അനുയോജ്യമാണ്. 8. സ്പേസ് ആപ്ലിക്കേഷൻസ്. സ്പേസ് വെഹിക്കിൾസിൽ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 9. ഇൻ്റർനെറ്റ് കേബിൾ. ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് കേബിളായി ഇന്ന് ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബറാണ്. 10. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ഇന്ന് ഓട്ടോമോട്ടീവ് മേഖലയിലും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ഓരോ ടെക്നീഷ്യനും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം നമുക്കൊന്ന് പരിശോധിക്കാം. ചിത്രത്തിൽ കാണുന്ന ബ്ലോക്ക് ഡയഗ്രാം 3 ഭാഗങ്ങളാക്കാവുന്നതാണ്. 1 ട്രാൻസ്മിറ്റർ, 2 ട്രാൻസ്മിഷൻ ചാനൽ, 3 റിസീവർ. എൻകോഡറും ലൈറ്റ് സോഴ്സും അടങ്ങിയതാണ് ട്രാൻസ്മിറ്റർ. ഒപ്റ്റിക്കൽ ഫൈബറാണ് ട്രാൻസ്മിഷൻ ചാനൽ. ലൈറ്റ് ഡിറ്റക്ടറും ഡീകോഡറും ഉൾപ്പെട്ടതാണ് റിസീവർ. ഇൻപുട്ട് ഇൻഫർമേഷൻ സിഗ്നൽ വോയിസ്, ഡാറ്റ, വീഡിയോ തുടങ്ങിയവയാവാം. ഈ ഇൻപുട്ട് സിഗ്നലിനെ ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുക എന്ന ധർമ്മമാണ് എൻകോഡർ ചെയ്യുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന കറണ്ട് പൾസിന് അനുസൃതമായ ഒപ്റ്റിക്കൽ സിഗ്നൽ ലൈറ്റ് സോഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസം ഉപയോഗപ്പെടുത്തി ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സഞ്ചരിക്കുകയും ലൈറ്റ് ഡിറ്റക്ടറിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ഒപ്റ്റിക്കൽ സിഗ്നലിനെ കറണ്ട് പൾസാക്കി മാറ്റുക എന്നതാണ് ലൈറ്റ് ഡിറ്റക്ടർ ചെയ്യുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന കറണ്ട് പൾസിനെ വോയിസ്, ഡാറ്റ, വീഡിയോ പോലുള്ള ഇൻഫർമേഷൻ സിഗ്നലാക്കി മാറ്റുക എന്നുള്ളതാണ് ഡീകോഡറിന്റെ ധർമ്മം. വോയിസ് സിഗ്നലിനെ കറണ്ട് പൾസാക്കി മാറ്റുന്ന മൈക്രോഫോൺ എൻകോഡറിന് ഉദാഹരണമാണ്. അതുപോലെ കറണ്ട് പൾസിനെ വോയിസ് സിഗ്നലാക്കി മാറ്റുന്ന സ്പീക്കർ ഡീകോഡറിനും ഉദാഹരണമാണ്. LED-യും ലേസറും ലൈറ്റ് സോഴ്സായി ഉപയോഗിക്കുമ്പോൾ PIN ഫോട്ടോഡയോഡും അവലാഞ്ച് ഫോട്ടോഡയോഡും ലൈറ്റ് ഡിറ്റക്ടറായാണ് ഉപയോഗിക്കുന്നത്. ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷൻ കപ്പാസിറ്റിയെയാണ് ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത്. വെരി ഹൈ ബാൻഡ്വിഡ്ത്തുള്ള ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. ഗ്ലോബലായെടുത്താലും ലോക്കലായെടുത്താലും ബ്രോഡ്ബാൻഡ് മേഖലയിൽ അവസരവും സാധ്യതയും ഇന്ന് വളരെ കൂടുതലുണ്ട്. ഏതാനും മേഖലകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. 1. ഗവേണൻസ്. ബ്രോഡ്ബാൻഡ് ടെക്നോളജി ഭരണവേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അക്ഷയ കേന്ദ്രങ്ങൾ ഉദാഹരണമാണ്. 2. ലേണിംഗ്. പഠന മേഖലയിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ഇന്ന് അനിവാര്യമാണ്. കൈറ്റ് വിക്ടേഴ്സ്,
VHSE ഈ വിദ്യാലയമെല്ലാം ഉദാഹരണങ്ങളാണ്. 3. ഇ ബാങ്കിംഗ്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ബ്രോഡ്ബാൻഡ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നെറ്റ് ബാങ്കിംഗ്, ഗൂഗിൾ പേ ഉദാഹരണങ്ങളാണ്. 4. ഇ ഹെൽത്ത്. ആരോഗ്യവകുപ്പ് ഹെൽത്ത് മോണിറ്ററിങ്ങിനും മറ്റും ബ്രോഡ്ബാൻഡ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കോവിൻ സൈറ്റ്, ആരോഗ്യ സേതു ഉദാഹരണങ്ങളാണ്. 5. ഇ കൊമേഴ്സ്. ഓൺലൈൻ ബിസിനസ്സിന് ബ്രോഡ്ബാൻഡ് ടെക്നോളജി അനിവാര്യമാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഉദാഹരണങ്ങളാണ്. വൈഫൈ ടെക്നോളജി ഇൻ വില്ലേജ്. ബ്രോഡ്ബാൻഡ് സിസ്റ്റം എല്ലാ വില്ലേജുകളിലും ലഭിക്കുന്നതോടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയും അവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. 7. ഫ്രീലാൻസിംഗ്. ബ്രോഡ്ബാൻഡ് ടെക്നോളജിയുടെ സഹായത്താൽ സ്വയം പദ്ധതികൾ ഡിസൈൻ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിയുന്നു. കൂടാതെ FTTH, K-ഫോൺ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇന്ന് അവസരങ്ങൾ ലഭ്യമാണ്. അടുത്തതായി ടെലികോം ഇൻഡസ്ട്രിയിൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യന്റെ റോൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. സൂപ്പർവൈസ് ട്രഞ്ചിങ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലേ ചെയ്യുന്നതിനുള്ള ട്രഞ്ച് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുക. 2. പെർഫോം ഡക്റ്റിംഗ്. ട്രഞ്ചിൽ വിരിച്ച ഡക്റ്റിലൂടെ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യുക. 3. പെർഫോം സ്പ്ലൈസിംഗ്. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്പ്ലൈസ് ചെയ്യുക. 4. ഇൻസ്റ്റലേഷൻ ഓഫ് OFC. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യുക. 5. ഫോൾട്ട് ഐഡന്റിഫിക്കേഷൻ. ട്രബിൾ ഷൂട്ട് ചെയ്ത് ലിങ്കിലുള്ള തകരാറുകൾ കണ്ടെത്തുക. 6. റിപ്പയറിംഗ് ഓഫ് OFC. പ്രോബ്ലംസ് ഉള്ള ഭാഗങ്ങൾ റിപ്പയർ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിൽ നിലനിർത്തുക. 7. കസ്റ്റമർ ഇൻട്രാക്ഷൻ. ഉപഭോക്താക്കളുമായി നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തുക. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യന്റെ കടമയും ഉത്തരവാദിത്വവും എന്തെല്ലാമായിരിക്കും? 1. ഇൻസ്റ്റാൾ, ട്രബിൾ ഷൂട്ട് ആൻഡ് മെയിൻറ്റെയിൻ ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റംസ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യുക, തകരാറുകൾ കണ്ടെത്തുക, റിപ്പയർ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിൽ നിലനിർത്തുക. 2. പെർഫോം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്പെക്ഷൻ. ഇൻസ്റ്റലേഷന് മുമ്പ് ഫൈബർ കേബിൾ പരിശോധിക്കുക. 3. മെഷർ സിഗ്നൽ സ്ട്രെങ്ത് ടു എൻഷുർ അഡിക്വേറ്റ് പെർഫോമൻസ്. പവർ മീറ്റർ ഉപയോഗിച്ച് ലൈറ്റ് സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യുകയും പെർഫോമൻസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. 4. റൺ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് അണ്ടർഗ്രൗണ്ട് ആൻഡ് പെർഫോം പ്രിമൈസസ് കേബിളിംഗ്. അണ്ടർഗ്രൗണ്ട് കേബിളിംഗും പ്രിമൈസസ് കേബിളിംഗും നടത്തുക. 5. കണ്ടക്ട് റെഗുലർ ഇൻസ്പെക്ഷൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റം, ലൊക്കേറ്റ് ആൻഡ് റിപ്പയർ ഡിഫക്ട്സ്. ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്ക് പതിവായി പരിശോധിക്കുകയും തകരാറുകളുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യുകയും ചെയ്യുക. 6. കാൽക്കുലേറ്റ് ലിങ്ക് ലോസ് ബഡ്ജറ്റ്. ഫൈബർ ലിങ്കിലുള്ള ലോസ് കണക്കാക്കുക. ഇതുവരെ ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. ഇവയുടെ ഉത്തരം A4 ഷീറ്റിൽ തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറുടെ നിർദ്ദേശാനുസരണം പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുക. Question number 1. What is optical fiber? 2. Draw and explain structure of an optical fiber. 3. Define total internal reflection. 4. Compare different transmission media.
5. Draw and explain block diagram of fiber optic communication system. 6. Write any 10 advantages of optical fiber. 7. Write any 8 applications of optical fiber. 8. What are the opportunities in the broadband industry? 9. What are the roles of an optical fiber technician? 10. What are the duties and responsibilities of an optical fiber technician? കുട്ടികളെ, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി എന്ന നൂതന വിദ്യ നന്നായി പഠിക്കുക, നല്ല മാർക്ക് കരസ്ഥമാക്കുക. എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.